എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് പത്മകുമാർ. ഇൻസൈറ്റിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഡിഗ്രി ലെവലിന്റെ പ്രിലിംസ് പരീക്ഷ SI-യുടെയും സെക്രട്ടറി അസിസ്റ്റന്റ് പോലുള്ള തസ്തികകളുടെ പ്രിലിംസ് പരീക്ഷ നടക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ അതിന്റെ മാത്സിന് അരിത്തമെറ്റിക്കും മെന്റൽ എബിലിറ്റിയും കൂടെ ചേർത്തിട്ട് 20 മാർക്കിനാണ് ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് വരുന്നത്. അതിനകത്ത് മാത്സിന്റെ ടോപ്പിക്കിൽ നിന്ന് എന്തൊക്കെ തരത്തിലുള്ള ചോദ്യങ്ങളാണ് ഇതുവരെ ചോദിച്ചിട്ടുള്ളത്, അതെങ്ങനെയൊക്കെ നമുക്ക് സോൾവ് ചെയ്യാം, എളുപ്പത്തിൽ എങ്ങനെ സോൾവ് ചെയ്യാം, അതൊക്കെ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. നമുക്ക് നേരെ ചോദ്യത്തിലേക്ക് പോവാം. ഒന്നാമത്തെ ചോദ്യം, 7 raised to x plus 2 equal to 49 raised to 2x minus 3 എങ്കിൽ ഫൈൻഡ് x, xന്റെ വാല്യൂ എത്ര. ഇത് എക്സ്പോണന്റ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ റിലേറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ, ഈക്വൽ ടുവിന്റെ രണ്ട് സൈഡിലും ബേസിന്റെ വാല്യൂ എന്താക്കി മാറ്റുക, സെയിം ആക്കി മാറ്റുക. അതായത് ഈക്വൽ ടുവിന് ഇപ്പോൾ എന്താണ് 7ന്റെ പവർ ആയിട്ടാണ് കിടക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈക്വൽ ടുവിന്റെ വലതുവശത്തും എങ്ങനെ തന്നെ ആയിരിക്കണം, 7ന്റെ പവർ ആയിട്ട് തന്നെ കിടക്കണം. അപ്പോൾ 7ന്റെ പവർ ആക്കി മാറ്റാം. ഇവിടെ എപ്പോഴും അങ്ങനെ പറ്റുന്ന ഒരു സംഖ്യ അവർ തരത്തുള്ളൂ. ഇത് നമുക്ക് എങ്ങനെ എഴുതാം, 7 raised to x plus 2 equal to 49 എനിക്ക് എങ്ങനെ എഴുതാം, 7ന്റെ സ്ക്വയർ എന്ന് എഴുതാം, the whole raised to 2x minus 3. നമുക്കറിയാം a raised to m the whole raised to n, ഒരു സംഖ്യയുടെ പവറിൽ ഒരു സംഖ്യയുണ്ട്, അതിന്റെ പവറിൽ വേറൊരു സംഖ്യയുണ്ട്. അങ്ങനെ നമുക്ക് എന്ത് ചെയ്താൽ മതി, a raised to m into n പവറുകളെ തമ്മിൽ ഗുണിച്ചാൽ മതി. അപ്പോൾ 7 raised to x plus 2 എന്ന് പറയുന്നത് 7 raised to ഇവിടെ തമ്മിൽ ഗുണിക്കുക 2 into 2x minus 3 ക്ക് തുല്യമായിരിക്കും. ഓക്കെ, പവറുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇവിടെ നോക്കിയേ, ഇവിടെ 7 raised to ഒരു പവർ ഉണ്ട്, ഇവിടെയും 7 raised to ഒരു പവർ ഉണ്ട്. ഇടയിൽ ഈക്വൽ ആണ്, രണ്ടിടത്തും ബേസ് സെയിം ആണ്. അങ്ങനെയെങ്കിൽ പവറും എന്തായിരിക്കും, സെയിം ആയിരിക്കും. അതായത് x plus 2 equal to 2 into 2x minus 3 ക്ക് തുല്യം. ഓക്കെ, ഇങ്ങനെ ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, ബേസിനെ സെയിം ആക്കി മാറ്റിയത്. ഇനി 2-നകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. x plus 2 equal to 2 into 2x 4x minus 2 into 3 6. ഇനി x അല്ല ഒരു സൈഡിലേക്ക് റീഅറേഞ്ച് ചെയ്താൽ മതി. സോ ഞാൻ ഈക്വൽ ടു നടുക്കൊണ്ടാണ് ഈക്വൽ ടു അവിടെ പ്ലേസ് ചെയ്തു. ഇപ്പുറത്തെ x plus 2 ഉണ്ട്, അപ്പുറത്തെ 4x minus 6 ഉണ്ട്. ഇതില് ഈ x ഉണ്ട് 4x ഉണ്ട്, അതിൽ വലുത് ആരാണ്, 4x ആണ്. സോ 4x-നെ ഞാൻ അവിടെ തന്നെ പ്ലേസ് ചെയ്തു. എന്നിട്ട് ഈ x-നെ ഞാൻ ഈക്വൽ ടു അപ്പുറത്തേക്ക് കൊണ്ടുപോകും. സോ ഇവിടെ x പോസിറ്റീവ് ആണ്, അപ്പുറത്തേക്ക് പോകുമ്പോൾ ആരായിട്ട് മാറും, നെഗറ്റീവ് ആയിട്ട് മാറും. ഇനി ഈക്വൽ ടു ഇപ്പോൾ ആരുണ്ട്, 2 അവിടെ ഉണ്ട്. -6-നെ ഞാൻ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നാൽ അത് +6 ആയിട്ട് മാറും. വേറെ ഒന്നുമില്ല, x എന്ന് പറയുന്ന വേരിയബിൾ എല്ലാം ഒരു സൈഡിലേക്ക് മാറ്റി, നമ്പറുകളെല്ലാം വേറെ സൈഡിലേക്ക് മാറ്റി. 2 6 കൂട്ടുമ്പോൾ 8 എന്ന് കിട്ടും. 4x-ൽ നിന്ന് x കുറച്ചാൽ 3x. ഇനി x-ന്റെ വാല്യൂ ആണ് വേണ്ടത്. സോ 3-നെ ഇവിടെ കൊണ്ടുവരാം. 3x എന്ന് പറഞ്ഞാൽ മീനിങ് 3 into x എന്നാണ്. സോ 3 ഇപ്പുറത്തേക്ക് വരുമ്പോൾ 8/3 equal to x. അപ്പോൾ x-ന്റെ മൂല്യം എത്രയാണ്, 8/3, 8/3. ഓക്കെ, ഇവിടെ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ, ബേസുകളെ എന്ത് ചെയ്യുക, ഈക്വൽ ആക്കാനായിട്ട് നോക്കുക. എപ്പോഴും ബേസ് ഈക്വൽ ആവുന്ന രീതിയിലുള്ള സംഖ്യകളെ തരത്തുള്ളൂ. ഈക്വൽ ആക്കുക, എന്നിട്ട് പവറുകൾ തമ്മിൽ ഇക്വേറ്റ് ചെയ്യുക, സോൾവ് ചെയ്യുക. ഓക്കെ, നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക്. സംഖ്യകളുടെ അനുപാതം 5:6. അവയുടെ ഉത്പന്നം 480. ഉത്പന്നം എന്ന് പറയുമ്പോൾ മൾട്ടിപ്പിൾ. ഓക്കെ, അവരുടെ പ്രോഡക്റ്റ് 480 എങ്കിൽ വലിയ സംഖ്യ ഏത്? അപ്പോൾ നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാം, റേഷ്യോ തന്നിട്ടുണ്ട് ഇല്ലേ, രണ്ട് സംഖ്യകളുണ്ട്, 5:6 എന്ന് പറയുന്ന അംശം വന്നിട്ടാണ് ഇവിടെ കിടക്കുന്നത്. അപ്പൊ ആ റേഷ്യോയെ നമുക്ക് നമ്പർ ആക്കി മാറ്റണം ഇല്ലേ. അപ്പൊ ഒരു റേഷ്യോ തന്നിട്ട് അതിനെ സംഖ്യയാക്കി മാറ്റാൻ പറയുമ്പോൾ ഒരു x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ സംഖ്യകൾ ആരൊക്കെയാണ്, 5x-ഉം 6x-ഉം. ഓക്കെ, ഇവരെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ ഇവരുടെ പ്രോഡക്റ്റ് എടുത്താൽ നമുക്ക് എത്ര കിട്ടും, 480 കിട്ടും. ഓക്കെ, ക്ലിയർ ആണോ? തന്നിരിക്കുന്ന റേഷ്യോയെ നമ്പർ ആക്കി മാറ്റാനായിട്ട് x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ 5x-ഉം 6x-ഉം എന്ന് കിട്ടി. അവരെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 480 കിട്ടും. മൾട്ടിപ്ലൈ ചെയ്യാം, 5 into 6 30, x into x x square എന്ന് പറയുന്നത് 480. എനിക്ക് x-ന്റെ വാല്യൂ കണ്ടുപിടിക്കണം. 30-നെ അപ്പുറത്തേക്ക് കൊണ്ട് എന്ത് ചെയ്യാം, ഡിവൈഡ് ചെയ്യാം. സോ x square equal to 480 divided by 30. 0 0 ക്യാൻസൽ ചെയ്യാം. 48 divided by 3 16. x സ്ക്വയറിന്റെ വാല്യൂ 16. അങ്ങനെയെങ്കിൽ x-ന്റെ വാല്യൂ എത്രയായിരിക്കും, സ്ക്വയറിനെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അത് റൂട്ട് ആയിട്ട് മാറും. റൂട്ട് 16 എത്രയാണ്, 4. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ഇതിനെ ഇങ്ങനെ വേണമെങ്കിലും ചെയ്യാം. x സ്ക്വയർ എന്ന് പറഞ്ഞാൽ 16, അതായത് x സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4ന്റെ സ്ക്വയർ. സ്ക്വയർ ക്യാൻസൽ ചെയ്താൽ x equal to 4. രണ്ടിൽ ഏത് രീതിയിൽ വേണം നമുക്ക് എഴുതാം. ഇനി നോക്കാനുള്ളത് നമുക്ക് x-ന്റെ വാല്യൂ ആണ് കിട്ടിയത്. എന്റെ ചോദ്യം എന്താണ്, വലിയ സംഖ്യ ഏത്? റേഷ്യോ 5-ഉം 6-ഉം ആണ്. അപ്പൊ റേഷ്യോ 6 വരുന്നതായിരിക്കും വലിയ സംഖ്യ. വലിയ സംഖ്യ എന്ന് പറയുന്നത് ഏതാണ്, 6x. സോ 6 into x-ന് പകരം x-ന്റെ വാല്യൂ എത്രയാണ്, 4. 6 into 4 24. ഇനി ഇതിന്റെ കൂടെ ചെറിയ സംഖ്യ കൂടെ നമുക്ക് കണ്ടുപിടിക്കാം. 5x അല്ലേ അതിന്റെ റേഷ്യോ. സോ 5 into x-ന് പകരം എത്ര കൊടുക്കും, 4 കൊടുക്കും, 20. ഇവരെ തമ്മിൽ മൾട്ടിപ്ലൈ നമുക്ക് എത്ര കിട്ടും, 480 കിട്ടും. അടുത്ത ചോദ്യം,
തുടർച്ചയായ 4 ഒറ്റ സംഖ്യകളുടെ തുക 976 എങ്കിൽ അതിൽ ചെറിയ സംഖ്യ ആര്? ചെറിയ സംഖ്യ ഏതാണ്? അപ്പോൾ 4 ഒറ്റ സംഖ്യകളുടെ തുകയാണ് നമുക്ക് തന്നിട്ടുള്ളത്. നമുക്ക് ആദ്യത്തെ ഒറ്റ സംഖ്യയെ എക്സ് എന്ന് വിളിക്കാം. ഇല്ല, ഞാനിപ്പോ എക്സാമ്പിൾ വേണ്ടി ഇവിടെ 1, 3, 5, 7 ഒറ്റ സംഖ്യകളായി. ഞാൻ ഇതിനെ എക്സ് എന്ന് സങ്കല്പിച്ചാൽ ഇതിൽ നിന്ന് എങ്ങനെ എനിക്ക് 3 കിട്ടും? 1നോട് 2 കൂട്ടിയാലല്ലേ 3 കിട്ടുക. സോ ഇത് എക്സ് ആണെങ്കിൽ അടുത്ത എത്രയായിരിക്കും? x+2 ആയിരിക്കും. സോ അടുത്ത ഒറ്റ സംഖ്യ എന്ന് പറയുമ്പോൾ വീണ്ടും ഒരു 2 കൂട്ടണം ഇല്ലേ? അപ്പോൾ വീണ്ടും ഒരു 2 കൂട്ടുമ്പോൾ x+2നോട് വീണ്ടും 2 കൂട്ടുമ്പോൾ x+4 ആയിട്ട് മാറും. ഓക്കെ, ആ പാറ്റേൺ മനസ്സിലായെന്ന് കരുതുന്നു. ഒറ്റ സംഖ്യ എടുത്താലും ഇരട്ട സംഖ്യ എടുത്താലും ഒരുപോലെ തന്നെയാണ് സോൾവ് ചെയ്യുന്നത്. വേറെ വലിയ വ്യത്യാസമൊന്നുമില്ല. ആദ്യത്തെ ആളിൽ എന്ത് ചെയ്യുക? എക്സ് എന്ന് എടുക്കുക. ഒറ്റ സംഖ്യ ആയാലും ഇരട്ട സംഖ്യ ആയാലും 2 വെച്ചാണ് കൂടി പോകുന്നത്. സോ 2 വെച്ച് എന്ത് ചെയ്യുക? കൂട്ടി എഴുതുക. അത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഇവിടെ നോക്കാം 4 ഒറ്റ സംഖ്യകൾ. അങ്ങനെയെങ്കിൽ ആദ്യത്തെ സംഖ്യ എനിക്ക് എന്തെന്ന് വിളിക്കാം? എക്സ് എന്ന് വിളിക്കാം. രണ്ടാമത്തെ സംഖ്യ x+2, അടുത്തത് x+4, അടുത്തത് x+6. ഇവരെ എല്ലാരെയും കൂടെ കൂട്ടുമ്പോൾ 4 പേരുടെ കൂട്ടുമ്പോൾ എനിക്ക് എത്ര കിട്ടും? 976 കിട്ടും. നമുക്ക് ഇതിനൊന്ന് സോൾവ് ചെയ്യാം. 1, 2, 3, 4 4x ഉണ്ട്. അതുപോലെ തന്നെ 6, 4, 10, 2, 12. സോ +12 ഈക്വൽ ടു 976. +12 ഈക്വൽ ടു അപ്പുറത്തേക്ക് പോകുമ്പോൾ -12 ആയിട്ട് മാറും. 4x ഈക്വൽ ടു 976 -12. 4x ഈക്വൽ ടു 976 12 പോയാൽ 964. ഈ 964 എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യണം? 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഈ 4x അല്ലേ ഈ 964. അപ്പോൾ x കണ്ടുപിടിക്കാനായിട്ട് 964 ഡിവൈഡ് ബൈ 4. 9-നകത്ത് 4 എത്ര പ്രാവശ്യമുണ്ട്? 2 പ്രാവശ്യം. 8 മിച്ചം 1. 16-നകത്ത് 4 പ്രാവശ്യം. 4-നകത്ത് 4 1 പ്രാവശ്യം. സോ എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് 241. ഞാൻ ഷോർട്ട് ഡിവിഷനിൽ സോൾവ് ചെയ്തേ ഉള്ളൂ. സാധാരണ ഡിവൈഡ് ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ എക്സിന്റെ വാല്യൂ 241. എന്റെ ചോദ്യം എന്തായിരുന്നു? ചെറിയ സംഖ്യ ആയത്. ചെറിയ സംഖ്യ ആരാണ്? ചെറിയ സംഖ്യ എക്സ് അല്ലേ? എക്സ് എന്ന് പറയുന്നത് എത്രയാണ്? 241. ഇനി കൂടുതൽ വലുതാരെന്ന് ചോദിച്ചിരുന്നാലും x+6 ആണ് വലിയ സംഖ്യ അല്ലേ? അപ്പോൾ 241 ആണ് എക്സിന്റെ വാല്യൂ എങ്കിൽ x+6 എത്രയായിരിക്കും? 247. ഓക്കെ, വലുത് ചോദിച്ചിരുന്നു എങ്കിൽ 247. ഓക്കെ, അടുത്ത ചോദ്യം, 2 സംഖ്യകളുടെ തുക 8, അവരുടെ ഉത്പന്നം 15, അതായത് അവരുടെ പ്രോഡക്റ്റ് മൾട്ടിപ്പിൾ എത്രയാണ്? 15 ആണ്. അതായത് 2 സംഖ്യകൾ ഗുണിക്കുമ്പോൾ 15 കിട്ടും എങ്കിൽ അവയുടെ പരസ്പര സംഖ്യകളുടെ തുക എത്ര? ഇത് കഴിഞ്ഞ ഡിഗ്രി പ്രിലിംസിന് 2024 ഡിഗ്രി പ്രിലിംസിന്റെ ചോദ്യങ്ങളാണ്. പരസ്പര സംഖ്യ എന്ന് പറഞ്ഞിവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് അവരുടെ റെസിപ്രോക്കലിന്റെ സമ്മാണ്. ഈ മാത്സിന്റെ മേഖലയിൽ നിന്നൊരു കാര്യം ശ്രദ്ധിക്കുക. നമ്മൾ കഴിവതും ക്വസ്റ്റ്യൻസ് ഏത് തന്നെ ചെയ്യുക? ഇംഗ്ലീഷിലും മലയാളത്തിലും ക്വസ്റ്റ്യൻസ് കാണും. അപ്പോൾ കഴിവതും ഇംഗ്ലീഷിലെ ക്വസ്റ്റ്യൻസ് ഫോക്കസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇംഗ്ലീഷിലെ ക്വസ്റ്റ്യൻസ് വായിച്ചാലും ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം എന്തെങ്കിലും ഒരു ഇൻകേസ് ഇയർ മലയാളം ട്രാൻസ്ലേഷൻ ഉണ്ടെങ്കിൽ, വരാറില്ല എന്നാലും അഥവാ ഇൻകേസ് വരികയാണെങ്കിൽ അവർ നമ്മൾ ഏതായിരിക്കും അവർ പ്രിഫറൻസ് കൊടുക്കുന്നത്? ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ ആയിരിക്കും പ്രിഫറൻസ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ പരസ്പര സംഖ്യ എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് എന്താണ്? റെസിപ്രോക്കൽസിന്റെ സമ്മാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. 2 സംഖ്യകളുണ്ട്. 2 സംഖ്യകൾ ഞാൻ എന്തൊക്കെയെന്ന് വിളിച്ചു? എക്സ് എന്നും വൈ എന്നും വിളിച്ചു. അവരുടെ തുക എത്രയാണ്? 8 ആണ്. അവരുടെ പ്രോഡക്റ്റ് എത്രയാണ്? x × y 15. അപ്പോൾ x+y ചെയ്യുമ്പോൾ 8ഉം x × y ചെയ്യുമ്പോൾ 15ഉം. അങ്ങനെയെങ്കിൽ പരസ്പര സംഖ്യകളുടെ തുക, അതായത് 1/x + 1/y എത്ര? ഇവിടെ തലവൊന്നും ആലോചിക്കാനായിട്ടൊന്നുമില്ല. നമുക്ക് ഇത്രയും എഴുതാനായിട്ട് എന്തായാലും പറ്റും. x+y 8 എന്നും x × y 15 എന്നും. ഇവിടെ പൊതുവെ എല്ലാവരും ചെയ്യുന്നത് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് പോകും, വൈയുടെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് പോകും, എന്നിട്ട് സോൾവ് ചെയ്യാൻ നോക്കും. അങ്ങനെ ഒന്നും ചെയ്യണ്ട. ആദ്യം ഈ കിട്ടിയ സംഭവത്തിൽ ഒന്ന് സോൾവ് ചെയ്യാം. ഇവിടെ പ്ലസ് ആണ്, സോ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. y × 1 y + 1 × x ഡിവൈഡ് ബൈ ഡിനോമിനേറ്ററിനെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം x × y y + x പറഞ്ഞാൽ എന്ത് തന്നെയാണ്? x+y തന്നെയാണ് അല്ലേ? 2 + 3 ചെയ്താലും 5 തന്നെ, 3 + 2 ചെയ്താലും 5 തന്നെ. സോ ആഡ് ചെയ്യുമ്പോൾ നമ്പർ തിരിഞ്ഞു പോയെന്ന് പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ y + x എന്ന് പറയുന്നത് x+y ആണ്. അതിന്റെ വാല്യൂ എത്രയാണെന്ന് എനിക്കറിയാം? 8 എന്ന് എനിക്കറിയാം. x × y എന്ന് പറഞ്ഞാൽ എത്രയാണെന്ന് എനിക്കറിയാം? 15 എന്നറിയാം. കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ. അപ്പോൾ സമ്മിനെ മുകളിൽ എഴുതുക, പ്രോഡക്റ്റിനെ താഴെ എഴുതുക. അത്രയും മാത്രം ചെയ്താൽ മതി. ഇത്രയൊന്നും ചെയ്യണമെന്നില്ല. ഇങ്ങനെ തുകയും തന്ന് ഉൽപ്പന്നവും തന്നിട്ടുണ്ട്, റെസിപ്രോക്കലിന്റെ സം എടുക്കുക പറഞ്ഞു കഴിഞ്ഞാൽ തുക മുകളിൽ എഴുതുക, പ്രോഡക്റ്റിനെ താഴെ എഴുതുക. ഓക്കെ, 8/15 ആണ് എന്ത് ഉത്തരം. എയും ബിയും 12 ദിവസം, അതായത് ഒരു ജോലി പൂർത്തിയാക്കാനായിട്ട് എക്കും ബിക്കും 12 ദിവസം വേണം. എയും സിയും കൂടിയാണെങ്കിൽ 8 ദിവസം, ബിയും സിയും കൂടിയാണെങ്കിൽ 6 ദിവസം. അങ്ങനെയെങ്കിൽ ബിക്ക് ഒറ്റയ്ക്ക് എത്ര ദിവസം വേണം? ഇത് ചെയ്യാനായിട്ട് ഒരുപാട് വലിയ ഇക്വേഷൻസോ അങ്ങനെ ഒന്നും വേണ്ട. നമുക്ക് സിമ്പിൾ ആയിട്ട് സോൾവ് ചെയ്യാം. തന്നിരിക്കുന്ന ഡേറ്റ് ഒരു ഗ്രാഫ്, ഒരു പാറ്റേൺ പോലെ, ഒരു ഫ്ലോ ചാർട്ട് പോലെ ഞാൻ എഴുതും. ഓക്കെ, അപ്പോൾ a + b, എയും ബിക്കും ചേർന്ന് എത്ര ദിവസമാണ്? 12 ദിവസം. അടുത്തായിട്ട് b + c, ബിയും സിയും ചേർന്ന് എത്ര ദിവസമാണ്? 6 ദിവസം.
അടുത്തതായിട്ട് എ പ്ലസ് സി, എയും സിയും ചേർന്ന് എത്ര ദിവസമാണ്? 8 ദിവസം. എഴുതുന്ന ഓർഡർ തിരിഞ്ഞ് പോയാലും കുഴപ്പമൊന്നുമില്ല. അതായത് ഇവിടെ ആദ്യം ബി പ്ലസ് സി എഴുതി, രണ്ടാമത് എ പ്ലസ് ബി എഴുതി, അങ്ങനെയൊന്നും കുഴപ്പമൊന്നുമില്ല. അപ്പൊ എ പ്ലസ് ബി 12, എ പ്ലസ് സി 8, ബി പ്ലസ് സി 6. അടുത്തതായിട്ട് ചെയ്യേണ്ടത് ഈ മൂന്ന് സംഖ്യകളുടെയും എൽസിഎം എടുക്കുക. 12ന്റെയും 6ന്റെയും 8ന്റെയും എൽസിഎം. അത് കണ്ടുപിടിക്കാനായിട്ട് ഇത്രേ ഉള്ളൂ. 12 ഇതിൽ തന്നിട്ടുള്ള വലിയ സംഖ്യ ആരാണ്? 12 ആണ്. 12 തൊട്ടടുത്ത ഗുണകം എത്രയാണ്? 24. 24 എനിക്ക് 6 കൊണ്ട് ഭാഗിക്കാൻ പറ്റും, 8 കൊണ്ടും ഭാഗിക്കാൻ പറ്റും, 12 കൊണ്ടും ഭാഗിക്കാൻ പറ്റും. സോ എൽസിഎം എത്രയാണ്? 24. 24നെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2, 24നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 4, 24നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3. അപ്പൊ എനിക്കിപ്പോ ഈ കിട്ടിയതെല്ലാം എഫിഷ്യൻസി ആണ്. അതായത് എയും ബിയും ചേർത്തുള്ള എഫിഷ്യൻസി 2, ബിയും സിയും ചേർന്നുള്ള എഫിഷ്യൻസി 4, എയും സിയും ചേർന്നുള്ള എഫിഷ്യൻസി 3. ഇവിടെ നോക്കിയേ, നമുക്ക് ഇവരുടെ ഓരോരുത്തരുടെയും എഫിഷ്യൻസി പ്രത്യേകമായിട്ട് ആദ്യം കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിനെ 3 ഇക്വേഷൻസ് ആക്കി മാറ്റുന്നു. അതായത് എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 ആണ്. ബി പ്ലസ് സി എന്ന് പറഞ്ഞാൽ 4 ആണ്. അടുത്തതായിട്ട് എ പ്ലസ് സി എന്ന് പറഞ്ഞാൽ 3 ആണ്. ഓക്കെ, 3 ഇക്വേഷൻസ് ആയിട്ട് ഞാൻ അതിനെ മാറ്റി വെച്ചു. ഇനി ഇതിലെ ഇക്വേഷൻസ് തമ്മിൽ സോൾവ് ചെയ്താൽ മതി, നമുക്ക് ബിയുടെ എഫിഷ്യൻസി കിട്ടും. അപ്പൊ ഇവിടെ ആദ്യം ഞാൻ ഈ 2 ഇക്വേഷൻസ് എടുക്കാം. അപ്പൊ എ പ്ലസ് ബി ഈക്വൽ ടു 2ഉം അതുപോലെ എ പ്ലസ് സി ഈക്വൽ ടു 3. ഞാൻ ഇവരെ തമ്മിൽ കുറയ്ക്കുമ്പോൾ വലിയ ഇക്വേഷനിൽ നിന്ന് ചെറുത് കുറയ്ക്കുവാണ്, താഴെ നിന്ന് മുകളിലേക്ക് കുറയ്ക്കാം. എയിൽ നിന്ന് എ കുറച്ചാൽ 0, ക്യാൻസൽ ആയി. സിയിൽ നിന്ന് ബി കുറച്ചാൽ സി മൈനസ് ബി ഈക്വൽ ടു 3ൽ നിന്ന് 2 കുറച്ചാൽ 1. ഓക്കെ, അടുത്ത രണ്ടാമത് എനിക്ക് വേറൊരു ഇക്വേഷൻ ഉണ്ട്. ബി പ്ലസ് സി ഈക്വൽ ടു 4. ബി പ്ലസ് സി 4 എനിക്ക് ഇങ്ങനെ എഴുതാം, സി പ്ലസ് ബി ഈക്വൽ ടു 4 എന്നും എഴുതാനായിട്ട് പറ്റുമില്ലേ? ബി പ്ലസ് സിയും സി പ്ലസ് ബി എല്ലാം ഒന്ന് തന്നെ. ഇപ്പൊ എനിക്ക് ഇവർ രണ്ടുപേരെ സോൾവ് ചെയ്തപ്പോ തമ്മിൽ കുറച്ചപ്പോ കിട്ടിയ ഒരു ഇക്വേഷൻ ഉണ്ട്. കുറച്ചത് എങ്ങനെയെന്ന് മനസ്സിലായെന്ന് കരുതുന്നു. എയിൽ നിന്ന് എ കുറച്ച് 0, സിയിൽ നിന്ന് ബി കുറച്ച് സി മൈനസ് ബി, 3ൽ നിന്ന് 2 കുറച്ചു എത്ര? 1. അടുത്തായിട്ട് ഇവിടെ രണ്ടാമതൊരു ഇക്വേഷൻ ഉണ്ടായിരുന്നു, സി പ്ലസ് ബി 4. 2 ഇക്വേഷൻസ് എന്റെ കയ്യിലുണ്ട്. ഇവരെ തമ്മിൽ എന്ത് ചെയ്യുന്നു? ഞാൻ കുറയ്ക്കുവാണ്, ഇവരെ തമ്മിൽ വീണ്ടും കുറയ്ക്കുവാണ്. അപ്പോൾ സി പ്ലസ് ബി ഈക്വൽ ടു 4ഉം സി മൈനസ് ബി ഈക്വൽ ടു 1. ഇവരെ തമ്മിൽ കുറയ്ക്കുവാണ്. സിയിൽ നിന്ന് സി കുറച്ചാൽ 0, ക്യാൻസൽ ആയി പോയി. ബിയിൽ നിന്ന് കുറയ്ക്കണം ആരെ? മൈനസ് ബി എ. ഓക്കെ, സിയിൽ നിന്ന് സി കുറച്ചു, 0 ആയി പോയി. ബിയിൽ നിന്ന് കുറയ്ക്കണം, താഴെ ആരാണുള്ളത്? മൈനസ് ബി ആണുള്ളത്. സോ ബി മൈനസ് ബി എന്തായിട്ട് മാറും? ബി പ്ലസ് ബി ആയിട്ട് മാറും. അതായത് 2b എന്ന് പറയുന്നത് 4ൽ നിന്ന് 1 പോയാൽ 3. അതായത് ബി ഈക്വൽ ടു 3/2. ബിയുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് എത്രയാണ്? 3/2. മൊത്തം 24 ജോലിയാണുള്ളത്. ബിയുടെ എഫിഷ്യൻസി 3/2 ആണ്. അങ്ങനെയെങ്കിൽ എത്ര ദിവസം എടുക്കുമെന്ന് കണ്ടുപിടിക്കാൻ ഇത്രയേ ഉള്ളൂ. 24നെ 3/2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 24നെ 3/2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അങ്ങനെ പറയുന്നതിന് പകരം നമുക്ക് തിരിച്ചിട്ട് പറയാം, 2/3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 2/3. സോ 3 8 24, 8 പ്രാവശ്യം 8 × 2 16. അതായത് ബിക്ക് ഈ ജോലി ചെയ്ത് തീർക്കാനായിട്ട് എത്ര ദിവസം വേണ്ടി വരും? 16 ദിവസം വേണ്ടി വരും. ഓക്കെ, അപ്പൊ നമ്മൾ ബിയുടെ എഫിഷ്യൻസി കണ്ടുപിടിച്ചു, 3/2 ആണെന്ന്. 24 ആകെ ജോലി. ഒരു ദിവസം 3/2 ജോലി വെച്ച് ചെയ്യും. അങ്ങനെയെങ്കിൽ എത്ര ദിവസം എടുക്കുമെന്നാണ് കണ്ടുപിടിക്കേണ്ടത്, ഇല്ലേ? അപ്പോൾ 24നെ 3/2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അതിന് പകരം 24നെ 2/3 കൊണ്ട്, അതിന്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 4 × 4 × 6 6 × 8 എക്സെട്ര എന്ന ശ്രേണിയിലെ 20ാമത്തെ പദം ആര്? അപ്പൊ നമുക്ക് ഇവിടെ 3 പേരെ തന്നിട്ടുണ്ട്. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോയി 20ാമത് വരുന്ന ആളാരെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, നമ്മുടെ ഓപ്ഷൻസ് ആയിട്ട് അന്ന് തന്നിട്ടുണ്ടായിരുന്നത് 1680, 1640, 1600, ഇങ്ങനെയുള്ള ഒരു ഓപ്ഷൻ കൂടെ 1560, ഇങ്ങനെയുള്ള ഓപ്ഷൻസ് ആയിരുന്നു അന്ന് തന്നിരുന്നത്. ഓക്കെ, നമുക്കിവിടെ നോക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. ഇവിടെ നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ഫോമിലാണ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. പക്ഷെ ഓപ്ഷൻ തന്നിരുന്നത് ഇങ്ങനെ നമ്പർ ആയിട്ടാണ്. അത് വേറെ ഒന്നുമല്ല, ഇവരെ തമ്മിൽ ഗുണിക്കുമ്പോൾ കിട്ടുന്ന ഉത്തരം. അതായത് 20ാമത്തെ ടേം ഏതാണെന്ന് ഇങ്ങനെ ഐഡന്റിഫൈ ചെയ്യുക, അവരെ തമ്മിൽ മൾട്ടിപ്ലൈ ഉത്തരം എടുക്കുക. അപ്പൊ നമുക്ക് 20ാമത്തെ പദം കണ്ടുപിടിക്കണം. നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ സമാന്തര ശ്രേണിയാണെന്നൊക്കെ തോന്നും, പക്ഷെ സമാന്തര ശ്രേണി ഒന്നും അല്ല. ഓക്കെ, 2 4 6 കിട്ടുന്ന കിടക്കുന്ന കാണുമ്പോൾ പെട്ടെന്ന് അങ്ങനെ തോന്നും, പക്ഷെ അത് അങ്ങനെയല്ല. നമ്മളിവിടെ ചെയ്യേണ്ടത് ഒരു ലോജിക്കൽ മെത്തേഡാണ് നമ്മൾ നോക്കേണ്ടത്. ഈ 2 × 4 ഞാൻ ഒന്നുകൂടി എടുത്ത് എഴുതാം. 2 × 4 4 × 6 6 × 8. ഇത് നോക്കിയേ, ഇത് 1ാമത്തെ ടേം ആണ്, ഇത് 2ാമത്തെ ടേം, ഇത് 3ാമത്തെ ടേം. നമുക്കൊരു റിലേഷൻ ഇതിൽ ഉണ്ടാക്കാം. 1ാമത്തെ ടേം ആദ്യം കിടക്കുന്ന സംഖ്യ എത്രയാണ്? 2. 1ന്റെ ഇരട്ടിയാണ് ഇവിടെ കിടക്കുന്നത്. ഇത് 2ാമത്തെ ടേം, പക്ഷെ ആദ്യം കിടക്കുന്ന 4, സോ 2ന്റെ ഇരട്ടിയാണ് 4. ഇത് 3ാമത്തെ ടേം, ഇവിടെ വന്നേക്കുന്ന 6, സോ 3ന്റെ ഇരട്ടിയാണ് 6. അങ്ങനെയെങ്കിൽ
20ാമത്തെ ടേമിൽ ആരായിരിക്കും 20ന്റെ ഇരട്ടി 40 ആയിരിക്കും ആദ്യം കിടക്കുന്നത് അല്ലേ? 1ന്റെ ഇരട്ടിയാണിത്, 2ന്റെ ഇരട്ടിയാണിത്, 3ന്റെ ഇരട്ടിയാണിത്. സോ 20ന്റെ ഇരട്ടി ആയിരിക്കും ആദ്യം വരുന്നത്. ഇനി നോക്കിയേ, 2നോട് 2 കൂട്ടിയാൽ 4 കിട്ടും, 4നോട് 2 കൂട്ടിയാൽ 6 കിട്ടും, 6നോട് 2 കൂട്ടിയാൽ 8 കിട്ടും. സോ 40നോട് 2 കൂട്ടി 42 ആണ് ഇവിടെ എഴുതേണ്ടത്. അപ്പോൾ 20ാമത്തെ ടേം എന്ന് പറയുന്നത് 40 × 42. അപ്പൊ 40 × 42 ചെയ്യാം. എത്ര കിട്ടും? 8, 16, 0, 1680. 1680 ആണ് ശരി ഉത്തരം. ഈ ശ്രേണിയിലെ 20ാമത്തെ പദം. ഈ പാറ്റേൺ ഒന്ന് മനസ്സിലാക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഇതിന്റെ ഉത്തരം നമുക്ക് സിമ്പിൾ ആയിട്ട് എടുക്കാൻ പറ്റും. വലിയ സ്റ്റെപ്പിന്റെ കാൽക്കുലേഷന്റെ ഒന്നും ആവശ്യമില്ല. സിംപ്ലിഫിക്കേഷന്റെ ഒരു ചോദ്യമാണ്. -2⁶ × -4⁻7 ഡിവൈഡ് ബൈ -2² എത്ര? ഇതിന്റെ വാല്യൂ എത്ര? നമുക്ക് ഇതിനെ പറ്റുന്ന രീതിയിലൊക്കെ എന്ത് ചെയ്യാം, ഒന്ന് റെഡ്യൂസ് ചെയ്യാനായിട്ട് നോക്കാം. ആദ്യം -2⁶. ഒരു നെഗറ്റീവ് നമ്പറിന്റെ പവറിൽ ഈവൻ നമ്പറാണ് വരുന്നതെങ്കിൽ ആൻസർ എപ്പോഴും എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. സോ നെഗറ്റീവ് നമ്മളിവിടെ എഴുതണം നിർബന്ധമില്ല, അതിന് 2⁶ എന്ന് എഴുതാം. ഓക്കെ, നെഗറ്റീവ് നമ്പറിന്റെ പവറിൽ വരുന്നത് പോസിറ്റീവ് സംഖ്യയാണെങ്കിൽ ആൻസർ എപ്പോഴും എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ഇനി രണ്ടാമത് -4⁻7. ഈ -4ന് അതിൽ 4ന് എനിക്ക് എങ്ങനെ എഴുതാം? 2² എന്ന് എഴുതാം. സോ -2² ഡിവൈഡ് ബൈ, ഇവിടെ എങ്ങനെയാവും? -2⁵2 5 a⁻m⁴n. ഇങ്ങനെ പവറിന് മേളിൽ പവർ വരുമ്പോൾ ഇവരെ തമ്മിൽ എന്ത് ചെയ്താൽ മതി? ഗുണിച്ചാൽ മതി. സോ -2⁵2 × -5 -10. ഓക്കെ, ഇനി നമുക്ക് ഇതിനകത്ത് പവറുകൾ കിടക്കുന്ന രീതി വെച്ചിട്ട് നമുക്കൊന്ന് മാറ്റി എഴുതാം. അതായത് പവർ നെഗറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് ആക്കാനായിട്ട് എക്സ്ചേഞ്ച് ചെയ്താൽ മതി. മീൻസ് ന്യൂമറേറ്ററിനെ ഡിനോമിനേറ്ററിലേക്കും ഡിനോമിനേറ്ററിനെ ന്യൂമറേറ്ററിലേക്കും ഇട്ട് മാറ്റിയാൽ മതി. ഇവിടെ 2�6 ന്യൂമറേറ്റർ തന്നെയാണ്. -2², ഞാൻ ഇതിനെ വേണമെങ്കിൽ ചെയ്യാനായിട്ട് എന്ത് തന്നെ എഴുതി? ഞാൻ 4 എന്ന് തന്നെ എഴുതി. ഓക്കെ, 4⁻7 പവറിൽ എന്താണുള്ളത്? -7 എന്നുള്ളത്. സോ അതിനെ പോസിറ്റീവ് ആക്കാനായിട്ട് ഡിനോമിനേറ്ററിലേക്ക് കൊണ്ടുവരാം. -4�7 എന്നാവും. അതുപോലെ -2⁻10 -10 മാറ്റാനായിട്ട് മുകളിലേക്ക് കൊണ്ടുപോകുന്നു. സോ -2�10 എന്നാവും. നേരത്തെ പറഞ്ഞല്ലോ, നെഗറ്റീവ് നമ്പറിന്റെ പവറിൽ ഈവൻ നമ്പർ ആണെങ്കിൽ മൈനസിന്റെ ആവശ്യം ഇല്ല. ഓക്കെ, ഇനി ഈ മൈനസ് ഇതിന് നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. അതായത് 2�6× 2⁻10 ഡിവൈഡ് ബൈ ഈ 4 -4 എങ്ങനെ എഴുതാം? -1 × 4 എന്ന് എഴുതാമല്ലോ. അപ്പോൾ ⁻7 അവിടെ ഉണ്ട്. അങ്ങനെയെങ്കിൽ -1�7× 4�7 എന്ന് സ്പ്ലിറ്റ് ചെയ്യാം. ഓക്കെ, അതിൽ -1�7 നെഗറ്റീവ് നമ്പറിന്റെ പവറിൽ ഓഡ് നമ്പർ ആണെങ്കിൽ ആൻസർ എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. 1ന്റെ ഏത് വലിയ പവർ എടുത്താലും 1 തന്നെയാണ്. സോ ആൻസർ -1 × 4നെ എങ്ങനെ എഴുതാം? 2² എന്ന് എഴുതാം. അപ്പോൾ 2�6നെ -1 × 2² a⁻m⁴n പവറുകളെ തമ്മിൽ എന്ത് ചെയ്താൽ മതി? മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ അത് 2⁻14 എന്നായിട്ട് മാറും. ഓക്കെ, ഇത്രയും സിംപ്ലിഫിക്കേഷൻ മനസ്സിലായെന്ന് കരുതുന്നു. ഇതിനെ -1 × -4 എന്ന് സ്പ്ലിറ്റ് ചെയ്തു, പവറിനെ 2 പേർക്കായിട്ട് വിധിച്ചു കൊടുത്തു. ഇതെന്തായിട്ട് മാറും? -1 ആയിട്ട് മാറും. 4⁻7നെ 2² എന്ന് എഴുതാം. അതായത് 2⁻14 എന്ന് എഴുതാം. ഇനി നമുക്ക് മുകളിൽ താഴെ ഒരുപോലെ ആൾക്കാരെല്ലാം ക്യാൻസൽ ചെയ്യാം. മുകളില് 2�6 6 പ്രാവശ്യം ക്യാൻസൽ ചെയ്തു. ഇവിടെ നിന്ന് ഒരു 6 പ്രാവശ്യം മാറ്റിയാൽ പിന്നെ അവിടെ 8 പ്രാവശ്യം മിച്ചം വരും. ഇനി ഇവിടെ നിന്ന് ഒരു 8 പ്രാവശ്യം, മുകളിൽ നിന്ന് 8 പ്രാവശ്യം കളഞ്ഞാൽ മുകളിൽ ഒരു 2 പ്രാവശ്യം മിച്ചം വരും. സോ ആൻസർ 2² -1 എന്നാവും. ഈ മൈനസിനെ മുകളിലേക്ക് കൊടുക്കാം. സോ -2ന്റെ സ്ക്വയർ. ആൻസർ ഓപ്ഷൻ സി ആണ്. ഓക്കെ, ഇവിടെ ഓപ്ഷൻസ് ആണ് സൈഡിൽ ഇട്ടുന്നത്. 2⁻30 2⁻−18 -2² എന്നാണ്. നൺ ഓഫ് ദ എബോവ്. ഇവരാരുമല്ല. ഇതൊക്കെയായിരുന്നു 4 ഓപ്ഷൻസ്. ഇവിടെ നമ്മൾ ക്യാൻസൽ ചെയ്ത് വേറെ ഒന്നുമല്ല, ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഒരുപോലെയുള്ള സംഖ്യകൾ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യാം. ഇവിടെ 6 പ്രാവശ്യം ഉണ്ടായിരുന്നു, 14 പ്രാവശ്യം ഉണ്ടായിരുന്നു. സോ ഈ 6 പ്രാവശ്യത്തെ കളയാം. ഇവിടെ നിന്ന് ഒരു 6 പ്രാവശ്യം കളയാം. സോ ബാക്കി 8 പ്രാവശ്യം വരും. ആ 8 പ്രാവശ്യം ഇവിടെ 10 പ്രാവശ്യം ഉണ്ടായിരുന്നു, അതിനെ കളഞ്ഞു. പിന്നെ അവിടെ 2 തവണ വരും. സോ 2² ഉണ്ട്, ഡിനോമിനേറ്ററിൽ -1 ഉണ്ട്. ആ മൈനസിനെ മുകളിലേക്ക് കൊടുക്കാം. അടിയിൽ 1 ആയതുകൊണ്ട് വേറെ വലിയ മാറ്റത്തിന്റെ ആവശ്യമില്ല. ഒരു ഓഫീസിൽ 80% സ്ത്രീകളാണ്. പുരുഷന്മാരുടെ എണ്ണം 25 ആണെങ്കിൽ സ്ത്രീകളുടെ എണ്ണം എത്ര? ഇവിടെ നോക്കിയേ, ഒരു ഓഫീസിൽ ആകെ ഉള്ളതിനെ നമ്മൾ എപ്പോഴും എന്നേ കരുതത്തുള്ളൂ, 100% എന്നേ കരുതത്തുള്ളൂ.
അപ്പോൾ 80% സ്ത്രീകൾ എന്ന് പറയുമ്പോൾ ബാക്കിയുള്ള 20% എന്തായിരിക്കും? പുരുഷന്മാരായിരിക്കും ഇല്ലേ? 20% പുരുഷന്മാരായിരിക്കും. ഇനി പുരുഷന്മാരുടെ എണ്ണം തന്നിട്ടുണ്ട് 25 അതായത് 20% എന്ന് പറയുന്നത് എത്രയാണ്? 25. എന്റെ ചോദ്യം, സ്ത്രീകളുടെ എണ്ണം എത്ര? അതായത് 80% എത്ര എന്ന് കണ്ടുപിടിച്ചാൽ പോരെ? ഇത്രേ ഉള്ളൂ. 80% സ്ത്രീകളാണ്, എന്നാൽ പുരുഷന്മാരുടെ എണ്ണം 25. 80% സ്ത്രീകളെങ്കിൽ ബാക്കിയുള്ള 20% പുരുഷന്മാരായിരിക്കും. അവരെത്ര പേരാണ്? 25 പേരാണ്. അങ്ങനെയെങ്കിൽ സ്ത്രീകളുടെ എണ്ണം എത്ര? നോക്കിയേ, 20 എങ്ങനെ 80 ആക്കാം? 20 ഒരു 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എത്രയാക്കാം? 80 ആക്കാം. സോ 25 അതേ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇവിടെ എന്ത് ചെയ്തു? ഇൻറ്റു 4 ചെയ്തു. ഇവിടെ എന്ത് ചെയ്യാം? ഇൻറ്റു 4 ചെയ്യാം. അത്രേ ഉള്ളൂ. 25 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 100. സ്ത്രീകളുടെ എണ്ണം എത്രയാണ്? 100. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചത്. കുറച്ച് ചോദ്യങ്ങളെ നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ളൂ. ഇനിയും ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സുകളായിട്ട് നമുക്ക് അതിന്റെ റിവിഷൻ ചെയ്യാം. അപ്പോൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു.